ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബെൻസോയിൻ എന്ന സ്പെഷ്യൽ കോമ്പൗണ്ടിനെയാണ്. ബെൻസോയിൻ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ബെൻസീൻ. പക്ഷേ ബെൻസീൻ നേരിട്ടാണോ അതോ മറ്റേതെങ്കിലും റിയാക്ഷൻ ആണോ എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവാണ്. ഇവിടെ ബെൻസാൽഡിഹൈഡ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മോളിക്യൂൾ ബെൻസാൽഡിഹൈഡ്, സെക്കൻഡ് മോളിക്യൂൾ ബെൻസാൽഡിഹൈഡ്. ഈ C6H5CHO, C6H5CHO ഈ രണ്ട് മോളിക്യൂളിൻ്റെ ഒരു കണ്ടൻസേഷൻ റിയാക്ഷനാണ്. അത് ക്യാരി ഔട്ട് ചെയ്യുന്നത് എത്തനോളിക് KCN ആണ്. പൊട്ടാസ്യം സയനൈഡിൻ്റെ ഒരു ആൽക്കഹോളിക് സൊല്യൂഷനാണ് ഈ റിയാക്ഷൻ നടത്തുന്നത്. കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. യു ക്യാൻ സീ 2 ബെൻസീൻ റിങ്സ് ആൻഡ് കണക്റ്റഡ് ബൈ 2 കാർബൺ. Okay, one carbon is C double bond O, the other is that may be C double bond O, but in this compound it C double bond O changes to COH and H. Okay, this compound is known as benzoin and carbonyl group is taken as the functional group. So functional group is attached to this carbon, so this makes the alpha carbon. And there is an OH group at the alpha position, so it is an alpha hydroxy ketone. So benzoin is a derivative of benzaldehyde. It's a condensation product of benzaldehyde and it is of course an alpha hydroxy ketone derivative. അപ്പോൾ ഇതിൻ്റെ ഫോർമേഷനാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. വാട്ട്സ് ദ മെക്കാനിസം ബിഹൈൻഡ് ദിസ് റിയാക്ഷൻ? That is known as benzoin condensation. So you can see the reaction: benzaldehyde in alcoholic KCN condense together to form benzoin. The formula C6H5C double bond OH plus another molecule of C6H5C double bond OH, then alcoholic KCN, giving C6H5C double bond O CHOH C6H5. ഇത് നമ്മൾ ആ സ്ട്രക്ചറൽ ഫോമിൽ ബെൻസീൻ സ്ട്രക്ചറായിട്ട് നമ്മൾ കണ്ടതാണ്. ഇനി ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കുകയാണ്. അതിൻ്റെ മെക്കാനിസമാണ് നമ്മൾ എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ KCN അത് ഒരു അയണിക് കോമ്പൗണ്ടാണ്. തീർച്ചയായിട്ടും ദാറ്റ് വിൽ ലിബറേറ്റ് CN- അയോൺ. CN- അയോൺ സിൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്, it seeks a positive center, so that is a nucleophile. So ഈ CN- നമ്മൾ കഴിഞ്ഞ മെക്കാനിസത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഈ CN- ആണ് ഇവിടെ എല്ലാ തുടക്കത്തിൻ്റെയും കാരണം. അപ്പോൾ CN- അയോണ് ഒരു പോസിറ്റീവ് സെൻറ്റർ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് സെൻറ്റർ ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ദിസ് കാർബണൈൽ ഓക്സിജൻ. Oxygen is more electronegative, so there may be an electron shift towards oxygen, making oxygen negative and carbon positive. In that case, the CN- ligand, CN- ion will combine with the positive carbon. So O- remains as such. നിങ്ങൾ ആൽഡോൾ കണ്ടൻസേഷൻ മെക്കാനിസത്തിൽ കണ്ടതുപോലെ തന്നെ O- ഇവിടെ നിൽക്കുകയാണ് അല്പം നേരത്തേക്ക്. അപ്പോൾ ഇവിടെ CN ആഡ് ചെയ്തു. ഇവിടെ ആക്ച്വലി ചാർജ് എല്ലാം പോയി, CCN ബോണ്ട് ഫോം ചെയ്തു, H അവിടെയുണ്ട്, O- ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു സ്പെഷ്യൽ കേസാണ്. ഈ കോമ്പൗണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ O- അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും അഫിനിറ്റി കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഹൈഡ്രജന് ചില നേരങ്ങളിൽ ഈ ഓയുടെ കൂടെ O- കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് കാർബൺ അവിടെ നെഗറ്റീവ് ആകും. അതാണ് നമ്മൾ ഈ സ്ട്രക്ചറിൽ കാണുന്നത്. C6H5 H+ ആയിട്ട് OH വന്ന് ആഡ് ചെയ്യും. ഈ ഇലക്ട്രോണ് കാർബണ് വിട്ടുകൊടുക്കുകയും കാർബൺ അത് നെഗറ്റീവ് ചാർജായിട്ട് ഹോൾഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ കേസിൽ ഈ കോമ്പൗണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കേണ്ടത് C-, ദിസ് ഈസ് ആക്ച്വലി എ കാർബാനയോൺ, നെഗറ്റീവ്ലി ചാർജ്ഡ് കാർബണാണ്, സോ ഇറ്റ് ഇസ് എ കാർബാനയോൺ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കുന്നത് ഈ കാർബാനയോൺ, ഈ നെഗറ്റീവ് കാർബാനയോണിന് വീണ്ടും ഒരു പോസിറ്റീവ് സെൻറ്ററാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ മോളിക്യൂൾ ബെൻസാൽഡിഹൈഡ് വന്നു. അവിടെയും ഈ ഓക്സിജൻ C ഡബിൾ ബോണ്ട് ഓയിൽ ഓക്സിജനിലേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്താൽ കാർബണിന് പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ C- C+ കൂടെ കമ്പൈൻ ചെയ്ത് ഒരു CC ബോണ്ട് തരും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന OH അവിടെ തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇത് O- ആയിട്ട് മാറി, CN അവിടെയുണ്ട്, H അവിടെയുണ്ട്.
ആകെ ഒരു CC ബോണ്ട് ഫോർമേഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ബാക്കിയൊന്നും ഇവിടെ നോക്കണ്ട. ഇവിടെ OH ഉണ്ട്, ഇവിടെ O- ഉണ്ട്, CN അവിടെയുണ്ട്, H അവിടെയുണ്ട്, C6H5 രണ്ട് സൈഡിലും ഉണ്ട്. ഇവിടെയും ഒരു അടുത്ത നമുക്ക് നടക്കാവുന്ന ഒരു പോസിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് കാർബൺ, ഈ അഡ്ജസൻറ്റ് കാർബണിൽ ഒരെണ്ണം O നെഗറ്റീവായിട്ടും ഒരെണ്ണം OH ആയിട്ടും നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രോട്ടോൺ ഷിഫ്റ്റ് നടക്കാം. ഈ പ്രോട്ടോണിന് ഈ ഓക്സിജൻ്റെ അടുത്തേക്ക് വരാം. അപ്പം നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് മാറുകയും ഇത് OH ആയിട്ട് മാറുകയും ചെയ്യും. ആ സ്ട്രക്ചറാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് കാർബൺ ഓക്സിജൻ, ദിസ് O becomes negative and the hydrogen H plus is shifted to this oxygen. So that becomes OH, then O negative, CN അങ്ങനെ തന്നെയുണ്ട്, H അവിടെയുണ്ട്, C6H5 അതാത് പൊസിഷനിലുണ്ട്. അടുത്ത സ്റ്റെപ്പിലാണ് എന്ത് സംഭവിക്കുന്നത്, ഈ CN ഇവിടെ ആവശ്യമില്ല, അത് നമ്മുടെ ഒരു കാറ്റലിസ്റ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ CN- തിരിച്ചു പോകേണ്ട സമയമായി. അപ്പോൾ CN- തിരിച്ചു പോകുമ്പം ഓക്സിജന് സന്തോഷമായി. ഓക്സിജൻ്റെ ഇലക്ട്രോൺ എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. CN അതിൻ്റെ ഇലക്ട്രോണും കൊണ്ട് മടങ്ങിപ്പോകുന്നു. ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു. അപ്പോൾ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടി, കാർബണൈൽ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്തുള്ള കാർബൺ, ദാറ്റ് ഈസ് ആൽഫ കാർബണിൽ ഒരു OH വന്നു. ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ്. സോ ദിസ് ഈസ് ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺ ഓർ ബെൻസോയിൽ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ആൽഡോൾ കണ്ടൻസേഷന് മെക്കാനിസം പഠിച്ചതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഇത് കഥകളാക്കി ഇതിൻ്റെ ഇവിടെ അപ്രോച്ച് ചെയ്യുന്ന CN- ഒരു ആക്ഷൻ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ചേഞ്ചസ് എങ്ങനെയെല്ലാം റീഅറേഞ്ച്മെൻറ്റുകൾ നടന്നിട്ട് ഏറ്റവും അവസാനം നമുക്കൊരു സ്റ്റേബിൾ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നു. ഇത് സ്റ്റെപ്സ് എഴുതി മനസ്സിലാക്കിയാൽ നമുക്ക് ബെൻസോയിൻ കണ്ടൻസേഷൻ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ബെൻസോയിൻ. ഈ സ്ട്രക്ചർ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.